എന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് അടുക്കളയിലെ പാത്രങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ. ഇന്നും അതുപോലെ രാവിലെ എഴുന്നേറ്റു. അമ്മ രാവിലെ തന്നെ തിരക്കിട്ട ഭയങ്കര ജോലിയിലാണേ. ഞാൻ ആദ്യം തന്നെ എണീറ്റ് വന്നിട്ട് പല്ലൊക്കെ ഒന്ന് തേച്ച് കേട്ടോ. പിന്നെ നേരെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയി. അമ്മയ്ക്ക് രാവിലത്തെ നേരം ഭയങ്കര തിരക്കാണ് കേട്ടോ. ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും രാവിലത്തെ നേരം അച്ഛനും എനിക്കും ഒക്കെ പോകേണ്ടതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് പിന്നെ ചോറൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ എഴുന്നേറ്റ പാടെ തന്നെ എനിക്കൊരു കപ്പ് വെള്ളം നിർബന്ധമാണ്. ഇപ്പോൾ ഉള്ള ശീലമാണ്. ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുങ്കാപ്പിയായിരുന്നു മസ്റ്റ്. ഇപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇടാതെ ഇരിക്കാൻ വേണ്ടി, മധുരം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാപ്പിയൊക്കെ ഒന്ന് കുറച്ചത്. എത്ര ദിവസം പോകുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ അത് അച്ഛന് പോകാനായതുകൊണ്ട് അച്ഛന് കട്ടൻ ചായ എടുത്തു. പുട്ടാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ കടി. അപ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പുട്ട് ചുടുക എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നെ കളിയാക്കിയായിരുന്നു. പുട്ട് ചുടുവാണോ ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലെന്ന്. നമ്മുടെ ഇവിടെ പറയാറുണ്ട് പുട്ട് ചുട്ടു എന്നേ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ പുട്ട് ഒരു കുറ്റി ആവി വന്നപ്പോൾ ഞാൻ അടുത്തത് നിറച്ചിട്ട് അപ്പുറത്ത് കൊണ്ട് വെക്കുവാണ് കേട്ടോ. അമ്മയ്ക്ക് അത്രയും സഹായമാവുമല്ലോ. അമ്മ കറിയുടെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ അച്ഛന് പുട്ടും കടലക്കറിയും എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അതാ പാത്രം കഴുകുകയാണ് കേട്ടോ. അച്ഛന് ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ. അപ്പോൾ ഈ പാത്രത്തിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ചൂടാറാതെ ഇരുന്നോളും കേട്ടോ ഫുഡ്. പിന്നെ അച്ഛൻ ഇത്രയും ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ വീണ്ടും കേട്ടോ എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വായിലങ്ങ് വന്നു പോവുക. അങ്ങനെ ആ പാത്രമൊക്കെ തലേന്ന് തന്നെ കഴുകി വെക്കാറുണ്ട്. എന്നാലും രാവിലെ ഒന്നുകൂടെ എടുത്തൊന്ന് നന്നായിട്ട് കഴുകാറുണ്ടേ. അപ്പോൾ രാവിലെ തന്നെ കടലക്കറിയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമോ ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസാക്കി ഉണ്ടാക്കാൻ മേലായിരുന്നോ. കുറച്ച് കുറുകിയ ചാറ് പോലെയാണ്. അച്ഛനാണെങ്കിൽ കടല വലിയ ഇഷ്ടമില്ല, കറി കൂട്ടിയാൽ കഴിക്കാറേ. അപ്പോൾ കടല ഇല്ലാതെ കറി മാത്രം മതി എന്ന് പറയൂ കേട്ടോ എടുക്കുമ്പോൾ തന്നെ. അങ്ങനെ അതെല്ലാം കൊടുത്തു. പിന്നെ ചോറ് രാത്രിയിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് രാവിലെ എടുത്ത് ചൂടാക്കി അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം എടുത്ത് തിളപ്പിച്ച് വറുത്ത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ചൂടോടെ ഇതിലങ്ങ് നിറച്ച് വെക്കുവാണെങ്കിൽ ചെറിയൊരു ചൂടോടെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റുവേ. പിന്നെ കറി ഉണ്ടാക്കിയത് ചീരയും പരിപ്പും കൂടെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ നാടൻ കറികളെ. നമ്മൾ ഇങ്ങനത്തെ നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് വല്ല മുരിങ്ങയും അല്ലെങ്കിൽ ചീരയോ അങ്ങനത്തെ പല സാധനങ്ങൾ കാണും. അതൊക്കെ വെച്ച് ഇങ്ങനെ നാടൻ കറികൾ ഉണ്ടാക്കുവേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമാണേ. പിന്നെ കറിയായിട്ട് നമ്മുടെ ഇവിടെ മീൻ വാങ്ങൽ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ആ കണ്ടെയ്നർ മറിഞ്ഞതിൻ്റെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഉണക്കമീൻ തന്നെ വാങ്ങൽ കുറവാണേ. അപ്പോൾ ഇന്ന് മുട്ടയുടെ റോസ്റ്റ് ഉണ്ടാക്കിയാണ് കേട്ടോ അമ്മ കൊടുത്തത്. പിന്നെ കാപ്പിക്കായിട്ട് പുട്ടും കടലയും കൂടെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.